ദൈവത്തിൻ്റെ നഗരത്തിൽ, ദൈവത്തിൻ്റെ നഗരത്തിൽ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിനൊരു നഗരമുണ്ടോ? ദൈവം അങ്ങനെ ഒരു നഗരത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ എന്തിന് ദൈവത്തിൻ്റെ നഗരമെന്നെഴുതി? ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെത്, സർവസൃഷ്ടിയും എനിക്കുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. സർവ്വ ലോകത്തിലും ഞാൻ നിറഞ്ഞു നിൽക്കുന്നു. ലോകം മുഴുവനും വെള്ളം കൊണ്ട് സമുദ്രം നിറഞ്ഞു നിൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഹബക്കൂക്ക് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയിൽ ദൈവത്തിനായി സ്ഥാപിച്ച നഗരമുണ്ടോ? ദൈവത്തിന് വേണ്ടി സ്ഥാപിച്ച നഗരം ഉണ്ടോ? അവിടെ ഒരു പർവ്വതമുണ്ടോ? ആ പർവ്വതത്തിലാണ് ദൈവം എന്തായിരിക്കുന്നു എന്ന് പറയുന്നത്? വലിയവനും അത്യന്തം സുസ്ഥിരം ആകുന്നു. ആ പർവ്വതത്തിലാണ് ദൈവം വലിയവനായിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ബാക്കി സ്ഥലങ്ങളിലെല്ലാം ദൈവം വലിയവനല്ലേ? കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം ഏറ്റവും വലുതാണ്, അത് നിങ്ങൾ മുഖാന്തരം ദുഷിക്കപ്പെടരുത്. ഹല്ലേലൂയ, സ്തോത്രം. ജാതികൾ പോലും എൻ്റെ നാമത്തെ കേട്ട് ഭയപ്പെടുന്നു. അപ്പം ജാതികളുടെ രാജ്യത്തിലും ആരാണ് വലിയവൻ? ദൈവമാണ്. ആ ദൈവം പറയുന്നു, ഞാനിതാ വിശുദ്ധ നഗരമുണ്ട് എനിക്ക്, അവിടെ ഞാൻ വലിയവനാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നഗരം വേദപുസ്തകത്തിൽ പറയുന്നുണ്ടോ? അവിടുത്തെ പ്രത്യേകത എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. അത് അതിൻ്റെ പ്രത്യേകത ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നേ തുടങ്ങണം. ഞാൻ അവിടെ ഒന്നും പോകുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. രാജാക്കന്മാരുടെ ഭരണകാലഘട്ടം ഹല്ലേലൂയ ത്തിൽ തിരിഞ്ഞു വരുമ്പോൾ ശലോമോൻ ദേവാലയം പണിയാൻ എടുത്ത സ്ഥലം 1 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തില് ഹല്ലേലൂയ, സ്തോത്രം പറയുന്ന ഒരു കാര്യമുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. അപ്പൊ ദൈവനാമത്തെ സ്ഥാപിക്കാൻ എല്ലാ ദേശത്തിലെന്നും ദൈവം തിരഞ്ഞെടുത്ത നഗരമായ യെരുശലേം. ഈ യെരുശലേം എന്ന് പറയുമ്പോൾ 40 വർഷം കഴിഞ്ഞിട്ടാണ് രെഹബെയാം ഭരണത്തിലേക്ക് കയറുന്നത്. അല്ല, ഒരു പുരുഷായുസിന്റെ കാലഘട്ടമെന്ന് ദൈവം അരുളി ചെയ്യുന്ന 40 വർഷങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആത്മീയനായിരിക്കുന്ന ദാവീദ് രാജ്യം ഭരിച്ച 40 വർഷങ്ങൾ. അതിനുശേഷം ഭരണത്തിലേക്ക് കയറിയ തൻ്റെ ചെറുമകൻ ഹല്ലേലൂയ, സ്തോത്രം പറയുന്നു, ഇത് ദൈവം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുത്ത നഗരമാണ്. ദൈവം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുത്ത നഗരമാണ്. ഇത് എവിടെ വെച്ചിരിക്കുന്നു എന്നാണ് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നത്. യെഹെസ്കേൽ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അതാരാണ്? യെഹെസ്കേൽ പ്രവാചകൻ ആരാണ്? വേദപുസ്തകത്തിൽ യെഹെസ്കേൽ പ്രവാചകന്റെ നിർവചനം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ പ്രവാചകൻ അല്ലെ? പരിശുദ്ധാത്മാവിന്റെ പ്രവാചകൻ. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന യെഹെസ്കേൽ കർത്താവിനെ എവിടെയാണ് കണ്ടുമുട്ടിയത്? എവിടെ യെഹെസ്കേൽ കണ്ടുമുട്ടിയത്? എവിടെ? ആ കണ്ടുമുട്ടിയവരുടെ പ്രത്യേകത എന്താണ്? അത് പുതിയ നിയമത്തിൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. അല്ലെ, 4 ജീവികളുടെ നടുവിൽ നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് യെഹെസ്കേൽ എന്ത് ചെയ്തത്? കർത്താവിനെ കണ്ടത്. ഈ 4 ജീവികൾക്കുള്ള രൂപം എന്ന് പറയുന്നത് സിംഹം, മനുഷ്യൻ, കാള, മനുഷ്യമുഖം, കാളമുഖം, കഴുകിന്റെ മുഖം,
രാജാവിൻ്റെ മുഖം. ഇതിൽ രാജാവ് എവിടെ നിൽക്കുന്നു? ഹല്ലേലൂയ. സിംഹം എവിടെ നിൽക്കുന്നു? സിംഹം ഈ നടുക്കിൽ നിൽക്കുന്ന കർത്താവിന്റെ ഏത് ഭാഗത്ത് നിൽക്കുന്നു? വലതുഭാഗത്ത്. വായിച്ചാൽ മതി, എസ്കേൽ പ്രവചനം 1:5 കാണും. വലതുഭാഗത്ത് നിൽക്കുന്നു. മനുഷ്യൻ എവിടെ നിൽക്കുന്നു? ഇടത് ഭാഗത്ത്. ദൈവം എപ്പോഴും ആയുസ്സിനെ കണക്ക് കൂട്ടുന്നു, മനുഷ്യൻ എപ്പോഴും സാമ്പത്തികത്തെ കണക്ക് കൂട്ടുന്നു. മനുഷ്യൻ ആത്മീയതയെ വിലയിരുത്തുന്നത് സാമ്പത്തിക. ഇടതുഭാഗം ധനവും മാനവും. മനുഷ്യൻ എപ്പോഴും ധനത്തിനും മാനത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം മനുഷ്യന്റെ ആയുസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ദൈവം പറയുന്നത് എപ്പോഴും ഇങ്ങനെയാണ്: നിനക്ക് നന്മയുണ്ടാകാനും ദീർഘായുസ്സുണ്ടാകാനും, നീ ചെല്ലുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും, നീ നന്മയോടെ ഇരിക്കേണ്ടതിനെന്നല്ല, നീ ബലവാനായി ഇരിക്കേണ്ടതിനല്ല, നീ പദവിയിൽ ഇരിക്കേണ്ടതിനെന്നല്ല പറയുന്നത്, നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും. അതിനുവേണ്ടി ഭൂമിയിൽ അവന്റെ ഐശ്വര്യത്തിനും അവന്റെ നന്മയ്ക്കും വേണ്ടി കൊടുത്തതാണ് രാജാക്കന്മാരെ. ദാവീദിനെ കൊടുത്തതും അതിന് തന്നെയാണ്, ശൗലിനെ കൊടുത്തതും അതിന് തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നന്മയ്ക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യരും ദീർഘായുസ് തരുവാനായിട്ട് നമ്മുടെ വലതുഭാഗത്ത് നിൽക്കുന്ന ദൈവവും അല്ല, അതിൻ്റെ നടുവിൽ ദൈവം നിൽക്കുന്നതായിട്ട് എസ്കേൽ കണ്ടു. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നടുവിൽ നിൽക്കുന്ന ജീവി എന്താ വിളിച്ചു പറയുന്നത്? എന്താ വിളിച്ചു പറയുന്നത്? നടുവിൽ നിൽക്കുന്ന വ്യക്തി എന്താണ്? അവന്റെ കയ്യിൽ 14-ാം അധ്യായം വായിക്കുമ്പോൾ ആ കിടക്കുന്നു, അവന്റെ കയ്യിൽ മറ്റൊരു സുവിശേഷം ഉണ്ടായിരുന്നു. ആല്യാസ്തോത്രം 14 വായിക്കേണ്ട. നടുവിൽ നിൽക്കുന്ന വ്യക്തിയെ കിട്ടില്ല. നടുവിൽ സുവിശേഷം ഉണ്ടായിരുന്ന കാര്യമേ 14 വായിച്ചാൽ കിട്ടൂ. അല്ല, പിന്നെ നടുവിൽ നിൽക്കുന്ന വ്യക്തിയെ കിട്ടണമെങ്കിൽ 6-ാം അധ്യായം എടുക്കണം. 6-ാം അധ്യായം എടുത്തിട്ട് അതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ നാല് ജീവികളുടെ നടുവിൽ നിൽക്കുന്ന വ്യക്തി പറയുന്ന ശബ്ദം എന്താണ്? എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. എണ്ണ നിന്നെ അഭിഷേകം ചെയ്യാൻ ദൈവം തന്ന എണ്ണ. പഴയ നിയമത്തിൽ അതിൽ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം പഠിച്ചാൽ എണ്ണ ഉണ്ടാക്കുന്ന രീതി അറിയാം. അതിലെന്തൊക്കെ സാധനം വേണം, അത് ആരുണ്ടാക്കണം, എന്തിൻ്റെ പ്രകാരം ഉണ്ടാക്കണം എന്ന് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം നമ്മൾ പഠിച്ചു വന്നാൽ കാണും. വീഞ്ഞ്, മുന്തിരി, ക്രിസ്തു. അഭിഷേകത്തിനും കർത്താവിൻ്റെ നാമത്തിനും എന്ത് ചെയ്യരുത്? എങ്ങനെ ജീവിച്ചാലും കേട് വരുത്തരുത്, ദൂഷണം വരുത്തരുത്. നീ ജീവിക്കുന്ന അതാണ് പൗലോസ് പറയുന്നത്, തിന്നാലും കുടിച്ചാലും എല്ലാം ദൈവനാമത്തിന് വേണ്ടിയായിരിക്കണം. ഒരാഹാരം കഴിച്ചാലും ഒരാഹാരം പാനീയം കുടിച്ചാലും ഹല്ലേലൂയ ഉണ്ടാലും ഉറങ്ങിയാലും അത് ദൈവനാമ മഹത്വത്തിനായിരിക്കണമെന്ന് പൗലോസ് പറയാൻ കാരണം അതാ. നമ്മൾ ആലയത്തിൽ വരുമ്പോൾ 2 കാര്യത്തിന് എന്ത് ചെയ്യരുത്? കേട് വരരുത്. ഒന്ന്, നമുക്ക് തന്ന അഭിഷേകത്തിന് കേട് വരരുത്. 2, നമ്മളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിന് കേട് വരുത്തരുത്. ഇത് വിളിച്ചു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് പറയുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ നഗരം. അത് എവിടെ വെച്ചിരിക്കുന്നു എന്നാണ് എസ്കേൽ പറയുന്നത്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ഇത് യെരൂശലേമാകുന്നു. എവിടെ വെച്ചിരിക്കുന്നു? നമ്മൾ എന്ത് ചെയ്താലാണ് പൗലോസ് പറഞ്ഞത്? നിങ്ങളല്ലോ ഞാൻ നേടിയ ക്രിസ്തുവിൻ്റെ പത്രങ്ങൾ.
രാവിലെ എഴുച്ച് പത്രം വായിക്കുന്നത് പോലെ ജാതികൾക്ക് വായിക്കാനുള്ളൊരു പത്രമാണ് ദൈവമക്കൾ. ഇതിന് വെച്ചിരിക്കുന്നത് എവിടെ? ജാതികളുടെ നടുവില്. അവരെ ആരെഴിച്ച് നോക്കിയാലും നിന്റെ വീട് കാണണം, നിന്റെ പ്രവൃത്തി അവർ കാണണം, നിന്റെ വാക്ക് അവർ കേൾക്കണം. അത് ദൈവനാമം ദുഷിക്കാനും അത് നിനക്ക് തന്ന അഭിഷേകം നഷ്ടപ്പെടുത്താനായിട്ടുള്ള വാക്ക് നിന്റെ വായിൽ നിന്ന് പുറപ്പെടരുത്, നിന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടരുത്. എങ്കിൽ ജാതികൾ ദൈവനാമം ദുഷിക്കപ്പെടും. മനസ്സിലായോ? ഇതിനു വേണ്ടിയാ ദൈവം തിരഞ്ഞെടുത്ത നഗരമായ യെരുശലേമിനെ വെച്ചത്. അതിനകത്ത് ദൈവമക്കൾക്കല്ലാതെ ബാക്കി ആർക്കും എന്തില്ല? പ്രവേശനമില്ല. നമ്മൾ വേണമെങ്കിൽ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു വിരുന്നര് വന്നിരുന്നാലും ഞാൻ ഇന്ന് പള്ളിയിൽ പോണം, നീ ഇവിടെ വാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് എന്ത് ചെയ്യും? കൊണ്ടുവരും, വരില്ലേ? പക്ഷെ അതിനകത്ത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കേ പ്രവേശനമുള്ളൂ. ബാക്കി ആരെങ്കിലും വന്നാൽ പ്രാകാരത്തിലിരുന്നുള്ള അകത്തോട്ടെന്തില്ല. അന്ന് പഴയ നിയമ കാലഘട്ടത്തിൽ. ഇന്ന് നമ്മളൊരു കൃപായുഗമാണ്. ആരെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം. അത് കണ്ടാണ് സജിത്ത് കണ്ണൂർ പറഞ്ഞത്, ആർക്ക് വേണമെങ്കിലും തിരുമേശ എടുക്കാം. നേരത്തെ ഒരു യോഗം വെച്ചിട്ട് ശബരിമലയ്ക്ക് പോയി ആളുകൾക്കും അവ എന്ത് ചെയ്ത്, നിങ്ങൾ അവിടെ പോയി ഉണ്ണിയപ്പം കഴിക്കാനല്ലേ പോണേ, ഈ ക്രിസ്തുവിൻ്റെ ഉണ്ണിയപ്പം കൂടെ എന്ത് ചെയ്ത് കഴിച്ചോണ്ട് പോകാൻ പറഞ്ഞ അപ്പം നുറുക്കി കൊടുത്തു. അത് വലിയൊരു വിഷയമായി ഭയങ്കര വിവാദമായ ഒരു കേസാണ്. അങ്ങനെ ഒന്നുമില്ല. വിശുദ്ധിയും വേർപാടും പഴയ നിയമത്തെക്കാൾ കട്ടിയായിട്ടാണ് പുതിയ നിയമം. പഴയ നിയമത്തിലെ ഉപവാസത്തിന് വീട്ടിൽ നിന്നുള്ള ആരെങ്കിലും വന്നില്ല എങ്കിൽ അവനെ ഛേദിച്ച് കളയണം. എന്താ പഴയ നിയമം? ലേവ്യ പുസ്തകം 24, സംഖ്യാപുസ്തകം 23. ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്ന അങ്ങനെയാ. ഒരു വ്യക്തിക്ക് സുഖമില്ലെങ്കിൽ വീട്ടിലുള്ള സങ്കീർത്തനം 35 പറയുന്ന എല്ലാവരും കൂടെ ഉപവസിക്കണമെന്ന്. ദാവീദ് മാത്രം ഉപവസിച്ചു. കുഞ്ഞിന് രോഗം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അത് തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരാൾ പ്രാർത്ഥനയ്ക്ക് പോകും, മറ്റുള്ളവർ ജോലിക്ക് പോകും. ഒരാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പ്രാർത്ഥിക്കും, മറ്റുള്ളവർ വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യും? ടി വി കാണും. നിങ്ങൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ സങ്കീർത്തനം 35 വായിച്ചാൽ മതി. എല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചെന്നാ, ഉപവസിച്ചെന്നാ, രട്ടെടുത്തെന്നാ എഴുതിയിരിക്കണത്. എൻ്റെ ദീനം മാറാൻ, നീരം കിടക്ക മാറാൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ നഗരം. ദൈവം സ്ഥാപിക്കാൻ സ്ഥാപിച്ചിട്ട് എവിടെ വെച്ചു കൊടുത്തു? ജാതികളുടെ മധ്യേ വെച്ചു. അത് ഞാൻ പറയാം, അല്ലിയാസ്തോത്രം. സക്കറിയാവിനെ ദൈവം സന്ദർശിച്ചു എന്ന് മനസ്സിലായത് എങ്ങനെ? ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് സക്കറിയാവ് അകത്ത് നിന്നിട്ട് പുറത്തു വന്നപ്പോൾ ദൈവം അവനോട് ഇടപെട്ടു എന്ന് പറഞ്ഞത് എങ്ങനെ? അവന് വിക്കോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ജനം ഉടനെ മനസ്സിലാക്കി ഇവനോട് ദൈവം ഇടപെട്ടു എന്ന്. നമ്മളോട് ഇറങ്ങണവർക്ക് വിക്കുമില്ല, വിക്ക് മാറണമില്ല. നമ്മളോട് ദൈവം ഇടപെടുന്നുമില്ല. വന്നതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? പോകുന്നു. ദൈവം ഇടപെടണമെങ്കിൽ ക്രമപ്രകാരം ശുശ്രൂഷയ്ക്ക് കയറണം. ക്രമപ്രകാരം ശുശ്രൂഷ അനുഭവിപ്പാൻ വരണം. അവിടെ ഒരു ക്രമം എന്ന് പറഞ്ഞിട്ട് വലിയൊരു സബ്ജക്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. ക്രമം എന്താണ്? ക്രമമെന്ന് ആദ്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ നമ്മളോട് ദൈവം ഇടപെടും. സക്കറിയാവിനോട് ദൈവം ഇടപെട്ടു. സക്കറിയാവ് പോലും മറന്നുപോയ വിഷയമാണ് പ്രാർത്ഥിച്ച്. ഇപ്പൊ സക്കറിയാവ് എന്ത് ചെയ്യുന്നില്ല? ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്തു. ഇപ്പൊ സക്കറിയാവ്
കൂറിന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷയ്ക്കാവുന്നത്. ദൂതൻ വന്നാണ് പറയുന്നത്, നീ പ്രാർത്ഥിച്ചില്ല, ആ വിഷയത്തിന് ഉത്തരം തന്നെന്ന്. അപ്പോഴും സക്കരിയാവ് പ്രാർത്ഥന നിർത്തിയേണ്ട. സക്കരിയാവിന് സംശയം, അതെങ്ങനെ സംഭവിക്കും? ഞാൻ വയസ്സായില്ലേ? ഞാൻ ചെറുപ്പകാലത്തല്ലേ പ്രാർത്ഥിച്ചത്? ഞാൻ ഇപ്പം വയസ്സായില്ലേ? അതെങ്ങനെ സംഭവിക്കും? സംശയം. കാര്യം പ്രാർത്ഥന നിർത്തി, ഇനി എനിക്കൊരു പ്രതീക്ഷയുമില്ല എന്ന വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഇടപെടാൻ അവൻ ക്രമപ്രകാരം എന്നാ എഴുതിയിരിക്കുന്നത് ശുശ്രൂഷയ്ക്ക് വന്നു. അതിൻ്റെ മുകളിലത്തെ വാക്യം പറയുന്നു, ന്യായപ്രമാണത്തിലും സകല ദൈവകൽപ്പനയിലും സക്കരിയാവും എലിസബത്തും കുറ്റമില്ലാത്തവരായിരുന്നു. കുറ്റമില്ലാത്തവർ ക്രമപ്രകാരമുള്ള ശുശ്രൂഷയ്ക്ക് കയറിയപ്പോൾ ദൈവം ഇടപെട്ടു. അതാണ് മഹാനഗരത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ നഗരത്തിലുള്ള പ്രത്യേകത. എങ്ങനെയെങ്കിലും വരുന്നവർക്ക് വേണ്ടി ദൈവം ഇടപെടില്ല. പോട്ടെ, ഇതൊക്കെ പഠിപ്പിക്കുന്ന ശൈലിയാണ്. നമ്മൾ ബൈബിൾ കോളേജ് പഠിച്ചിട്ടില്ലെങ്കിലും പുതിയ നിയമത്തിൻ്റെ മത്തായി സുവിശേഷം രാജാവായിരിക്കുന്ന പുസ്തകവും, മർക്കോസ് ദാസനായിരിക്കുന്ന പുസ്തകവും, ലൂക്കോസ് മനുഷ്യനായിരിക്കുന്ന പുസ്തകവും, യോഹന്നാൻ ദൈവമായിരിക്കുന്ന കഴുകുമുഖവുമുള്ള പുസ്തകവും പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയാ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എന്ത് ചെയ്തു, ആ പഠിപ്പിക്കുന്ന ശൈലി ഒന്ന് കയറി വരും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദൈവം അവിടെ ക്രമപ്രകാരം കയറി വന്നു. കാരണം എന്തെന്നറിയാമോ? ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്തിന്റെ പ്രത്യേകത ഒന്നുകൂടെ വായിച്ചോ. 132 സങ്കീർത്തനം അതിന്റെ 13 വാക്യം, 13-14. വേഗത്തിൽ. യഹോവ സിയോനെ തെരഞ്ഞെടുക്കുകയും. അപ്പൊ യെരുശലേമും സിയോനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? യെരുശലേമും സിയോനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സിയോൻ പർവ്വതമല്ലേ? സിയോൻ പർവ്വതമാണോ? യെരുശലേം, ഹല്ലേലൂയ, സ്തോത്രം, നഗരമല്ലേ? അപ്പൊ പർവ്വതത്തിന് ഈ തമ്മിൽ ബന്ധമുണ്ടോ? സിയോൻ പർവ്വതം തുടങ്ങുന്ന ആ സമനിരപ്പിൽ ആണ് യെരുശലേം എന്ന നഗരം. ചരിത്രം പഠിച്ചാൽ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, 280 കിലോമീറ്ററുകൾ പൊങ്ങിയാണ് എന്ത് വരുന്നത്, സിയോൻ പർവ്വതം പറഞ്ഞത്. അതിൻ്റെ താഴെ അടിത്തട്ടാണ് പറഞ്ഞത് യെരുശലേം. ഞാനല്ല പറഞ്ഞത്, ശിശുലൻ പാസ്റ്റർ ശബ്ദസാഗരം എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അല്ല, അതിന് തെളിവ് എബ്രായ ലേഖനം 12:22 വായിക്കുമ്പോൾ വായിച്ചോ. കണ്ട, രണ്ടും ഒരു സ്ഥലത്താണ്. ഇത് പറയുന്നത് സ്വർഗീയ യെരുശലേം എന്നാ പറയുന്നത്. അല്ല, സ്വർഗത്തിൽ നിന്ന് യെരുശലേമാണ് മണവാട്ടിയുടെ രൂപത്തിൽ എന്ത് ചെയ്യുന്നത്, അലങ്കരിച്ചിറങ്ങി വരുന്നത്. വെളിപ്പാട് പുസ്തകം 21. അവിടെ പുതിയ നിയമത്തിലെ യെരുശലേം നഗരം ഇറങ്ങി വരുമ്പോൾ എവിടെയാണത്? മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ആ യെരുശലേമിന്റെ അവിടുത്തെ പ്രത്യേകത എന്താണ്? വെളിപ്പാട് 21:3. അവൻ അവരോടുകൂടെ വസിക്കും. അനു എന്നെ പറഞ്ഞോ, അവരോടുകൂടെ വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അവൻ അവരോടുകൂടെ തന്നെ വസിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതെവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14 തൊട്ട് 17 വരെ വായിക്കുമ്പോൾ വായിച്ചോ? ദൈവം നമ്മളോട് വസിക്കണമെങ്കിൽ നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നമ്മൾ നീതി ചെയ്യണം, അധർമ്മം ചെയ്യുന്ന വ്യക്തിയോട് കൂടരുത്. വെളിച്ചം, ഹല്ലേലൂയ, സ്തോത്രം. ഈ സിയോൻ നഗരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകമാണ്, ആദ്യം വന്ന യെരൂശലേമിന്റെ ആദ്യത്തെ വന്ന വ്യക്തി ആരാണ്? വെളിച്ചം. ലോകത്തിൽ വെളിച്ചം വന്നപ്പോഴുള്ള പ്രത്യേകതകളൊന്ന് പറയാമോ? ലോകത്തിൽ വെളിച്ചം വന്നതിന്റെ പ്രത്യേകത ഒന്ന് പറയാമോ? ഞാൻ ഒരു വ്യക്തിയുടെയോ യെരൂശലേമിലോ ഗലീലയിലോ വെളിച്ചം ഉദിച്ച കാര്യമല്ല ഞാൻ ചോദിച്ചത്. ലോകത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. ആ വെളിച്ചം ഉണ്ടായപ്പോൾ അല്ല വന്ന വ്യത്യാസം പറയാമോ എന്നാണ് ചോദിച്ചത്. ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താ? 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഭൂമി പാഴും ശൂന്യമായിരുന്നു, ഇരുട്ടായിരുന്നു, അവിടെ വെളിച്ചം ഉദിച്ചു തന്നെ. അടുത്ത സൃഷ്ടിപ്പിന്റെ തുടക്കമായി. എവിടെയാണോ ഇരുട്ട് കിടന്നത്, എവിടെയാണോ അന്ധകാരം പിടിച്ചു കിടന്നത്, എവിടെയാണോ പാഴ് കിടന്നത്, അവിടെ സൃഷ്ടിപ്പിന്റെ ആരംഭം തുടങ്ങി. സൃഷ്ടിപ്പിന്റെ ആരംഭം തുടങ്ങി. രണ്ടാമതൊരു ജലപ്രളയം വരുന്നു എന്നൊരു മുന്നറിയിപ്പ് കിട്ടി. ആ മുന്നറിയിപ്പിൽ രക്ഷ നേടാൻ പെട്ടകമുണ്ടായി. പഴയതിലാണെങ്കിൽ ഒരു മനുഷ്യരും രക്ഷയില്ല, എല്ലാവരും നശിച്ചിരുന്നു. രണ്ടാമത് വെളിച്ചം വന്നതിന് ശേഷം നടന്ന ജലപ്രളയത്തിൽ സകലതിൻ്റെ ഒരു ശേഷിപ്പുണ്ടായിരുന്നു, ഇല്ലേ? അതെവിടെ? പെട്ടകത്തിനകത്ത്. അതാണ് സഭ. ശേഷിപ്പ് എവിടെ വരും? സഭയിൽ വരുന്ന ജനത്തിലെ വരൂ ശേഷിപ്പ്. അതാണ് സഭ, ദൈവം ഒരുക്കിയ പെട്ടകം. ഇതിനകത്ത് കയറുന്ന ഒരുപാടുപെട്ടവർ കയറില്ല. നോഹ 100 വർഷമോ 80 വർഷമോ 120 വർഷമോ പ്രസംഗിച്ചു. ആരെങ്കിലും കയറിയോ? കയറൂല. കാരണം ഈ ശേഷിപ്പിന് അതിനകത്ത് അവരോ അവരെ മക്കളോ ഇല്ല. അതുകൊണ്ട് നോഹ പറയുന്ന സമയത്ത് പെട്ടകത്തിനകത്ത് അവർ കയറിയില്ല. അതുപോലെ തന്നെയാണ് ആരാധന വയ്ക്കുമ്പോഴും. ഇത്ര സമയമെന്ന് പറഞ്ഞ ആ സമയത്തിനകത്ത് ആലയത്തിൽ വരാത്തവൻ പെട്ടകത്തിനകത്ത് കാണില്ല. ഇനി അവൻ എന്തൊക്കെ പെട്ടകത്തിന് മരം മുറിക്കാൻ പോയിട്ട് വന്നാലും, പെട്ടകത്തിന് ചെയ്യേണ്ട പശ കൊണ്ടു കൊടുത്താലും, പെട്ടകം ചെയ്യേണ്ട തടി ചെത്തിയാലും, സമയത്തിന് പെട്ടകത്തിനകത്ത് കയറാത്ത ഒരുവനും പെട്ടകത്തിനകത്ത് കാണില്ല. കാരണം ഇതിന്റെ താക്കോൽ അടയ്ക്കുന്നത്, വാതിലടയ്ക്കുന്നത് ദൈവമാ. ചിലരൊക്കെ ആയിരിക്കുന്നത് ഇത് ചന്തയിൽ പോകുന്ന സ്ഥലമെന്നാ. എവിടെ? പക്ഷെ നീ പെട്ടകത്തിനകത്ത് വരണമെങ്കിൽ, അല്ല ശേഷിപ്പിനകത്ത് നീയും നിന്റെ തലമുറയും വരണമെങ്കിൽ, ഇപ്പൊ ദൈവം പറഞ്ഞ സമയത്ത് നീ പെട്ടകത്തിനകത്ത് കയറും. അതാണ് ഈ നഗരത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് എങ്ങനെയെങ്കിലും വന്ന് കയറാനുള്ള ചന്തയല്ല സഭ. ഏതെങ്കിലും രീതിയിൽ വന്ന് കയറാനുള്ളതല്ല സഭ. ഇത് മഹാരാജാവിന്റെ നഗരത്തിൽ വസിച്ചിരിക്കുന്നത്. ഇത് ജാതികളിൽ വെച്ച് ഇടയിൽ വെച്ചിരിക്കുക. ക്ഷാമത്തിന്റെ നെടുകയിൽ നിൽക്കുന്ന സമയം. അന്ന് ഏത് ക്ഷാമം വന്നാലും മരണം വന്നാലും കുറ്റം വിധിക്കുന്നത് ആരെ? പുരോഹിതനെയും പ്രവാചകനെയും. ക്ഷാമം വന്നപ്പോഴും എലിശയുടെ തലയെടുത്ത് കളയാനാണ് രാജാവ് പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിൽ എന്തു വന്നു? ക്ഷാമം വന്നു. അത് എന്തുകൊണ്ട് എലിശ മുൻകൂട്ടി അറിയിച്ചില്ല എന്ന്.
അതേപോലെ ക്ഷാമം വന്നാലും മരണം വന്നാലും ചോദ്യം ചെയ്യപ്പെടുന്നത് പുരോഹിതനെയും പ്രവാചകനെയുമാണ്. ഈ സമയത്ത് ഏലിയാവിൻ്റെ പ്രവചന ശുശ്രൂഷയിൽ കൂടെയാണ് ക്ഷാമം വരാൻ കാരണം. തന്നെ ആണോ അല്ലേ? ക്ഷാമം വരാൻ കാരണം. അങ്ങനെയാണെങ്കിൽ ഏലിയാവിനെ ഒരു വീട്ടുകാരും സ്വീകരിക്കോ? ആകാശമടഞ്ഞു, ഭൂമി മുഴുവനും ക്ഷാമമായി, കുലീന സ്ത്രീകൾ പോലും വെള്ളം തെരഞ്ഞ് നടക്കുന്നു എന്ന് യിരെമ്യാവ് 14 പറയുന്നു. അല്ല, ഇതുവരെ പുറത്തിറങ്ങാതെ വെളിയിൽ മുഖം കാണിക്കാതെ കൊച്ചമ്മമാരായിട്ടും തമ്പുരാട്ടിമാരുമായിട്ടും ഇരുന്നവർ പോലും പശുക്കൾക്കും ഹാല്യാസ്തോത്രം തങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി വെള്ളം തിരഞ്ഞു നടക്കുന്ന കാലഘട്ടം. ഏലിയാവിനെ എവിടെ വെച്ച് കണ്ടിരുന്നാലും ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനെന്ന് പറഞ്ഞ് ഏലിയാവിനെ തകർക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഏലിയാവിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് ഏലിയാവിനെ സ്വീകരിക്കാൻ അവളെ സ്വീകരിക്കൂ. കാരണം അവിടെ ഉള്ളിനകത്ത് ദൈവവചനമുണ്ട്, ആത്മാവുണ്ട്. അതുകൊണ്ട് ഏലിയാവിനെ സ്വീകരിക്കാൻ ആ നാട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് ദൈവത്തിനറിയാം ഈ സാരാപത്തിന്റെ വിധവയുടെ ഉള്ളിനകത്ത് ദൈവവചനത്തോടുള്ള ഭയമുണ്ട്, ദൈവാത്മാവുണ്ട്. അതുകൊണ്ട് ഏലിയാവ് ചെന്ന് പറഞ്ഞാൽ ഇവൾ മാത്രമേ കാണൂ സ്വീകരിക്കാൻ. കലത്തിലെ മാവ് കൂടിയപ്പോൾ, ഭരണിയിലെ എണ്ണ വർദ്ധിച്ചപ്പോൾ അവൾ പറഞ്ഞ വാക്കതിന് തെളിവാണ്. എന്താ അവൾ പറഞ്ഞത്? നിന്റെ നാവിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന്. അവൾ സ്വീകരിക്കാനുണ്ടായ കാരണം അതാ. ഒരു ദൂത് കേട്ടാൽ, ഒരു പ്രവചനം കേട്ടാൽ ദൈവാത്മാവുള്ളവർക്ക് അത് വിവേചിക്കാൻ കഴിയും. അതിനെ വിവേചിച്ച എന്താണ് കാരണമെന്ന് അതിനെ പൊരുൾ വിവേചിക്കാൻ കഴിയും. അല്ലാത്ത ആരൊക്കെ പള്ളിയിൽ യെരുശലേമിൽ വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചാൽ അവർ തല്ലിക്കൊല്ലേ ഉള്ളൂ, സ്വീകരിക്കില്ല. കാരണം ഈ കഷ്ടതയ്ക്ക് കാരണം ആരാണ്? ഏലിയാവാണ്. പക്ഷെ ഏലിയാവ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ദൂത് അവിടെ പറഞ്ഞു? ഏലിയാവിന്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞല്ല. ഏലിയാവ് 17-ാം അധ്യായത്തിലാണ് ഏലിയാവിനെ കാണുന്നത്. ഏലിയാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അവനോട് ഒരൊറ്റ ദൂതേ പറയാൻ പറഞ്ഞുള്ളൂ. ഹാല്യാസ്തോത്രം. ഏലിയാവ് ഹാല്യാസ്തോത്രം ചെയ്യുന്നു. കൊട്ടാരത്തിൽ കടന്നു വന്നിട്ട് പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്താണേ, അല്ലാതെ എൻ്റെ ഇഷ്ടം കൊണ്ട് പറയുന്നതല്ല. ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം പറയുന്നു. ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. നിങ്ങൾക്ക് അനുഗ്രഹം വരുമെന്നല്ല. ഈ ആണ്ടുകളിൽ മഴ അനുഗ്രഹം മുടങ്ങുമെന്ന്. ഇത് പറഞ്ഞിട്ട് ഏലിയാവിനോട് ദൈവം പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, നീ ഇവിടെ വന്ന് നിൽക്കരുത്, ഒളിച്ചിരിക്കണം. കാരണം നിന്നെ ആര് കണ്ടിരുന്നാലും തല്ലിക്കൊല്ലും. ഇവിടെ കിട്ടിയ ആര് കണ്ടിരുന്നാലും തല്ലിക്കൊല്ലും. അതുകൊണ്ട് നീ പോയി എന്ത് ചെയ്യണം? ഒളിച്ചിരിക്കണം. ഒരു മനുഷ്യനെ കാണിച്ചില്ല. കാക്കയും ഏലിയാവിനെ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? പരസ്പരം കണ്ടുമുട്ടായി. കാക്ക ഇപ്പൊ ഞാൻ സഭയിൽ നിന്ന് പ്രസംഗിക്കണമെന്ന് കാക്ക വന്ന് ശിവ സിസ്റ്റർ അടുത്തോ ഗീത സിസ്റ്റർ അടുത്തോ ഡോണിന്റെ അടുത്തോ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? കാക്ക നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് അത് അതിന്റെ ഭാഷയിൽ ഇവിടെ കള്ളം പ്രവചിച്ചില്ലേ പാസ്, അവിടെ പൈറ്റുളയിൽ നിന്ന് പ്രസംഗിക്കണം എന്ന് കാക്കയുടെ ഭാഷയിൽ നിങ്ങളുടെ മുറ്റത്ത് പടിയിൽ വന്നിരുന്നു കൊണ്ട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? തുറപ്പെടുത്ത് വീട് തൂക്കണം, തുറപ്പെടുത്ത് പോ കാക്ക, ശബ്ദം ഇത് തന്നെ പറയും. അപ്പൊ ഈ കാക്ക ഏലിയാവിനെ കണ്ട കാക്ക ആകാവിനോട് ചെന്ന് പറഞ്ഞാലും പറയും, ഇവിടെ ഭക്ഷണമില്ലാതെ കിടക്കുമ്പോൾ നീ ഭക്ഷണം അടിച്ചു മാറ്റാൻ വന്ന പോ കാക്ക എന്ന് പറഞ്ഞ് അടിച്ചോട്ടിക്ക്. അവന്റെ പ്രവചനം ആരും എന്ത് ചെയ്യില്ല. അവന്റെ വാക്ക്
അങ്ങനെയുള്ള കാക്കയെയും ഏലിയാവും മാത്രമേ തമ്മിൽ പരസ്പരം എന്ത് ചെയ്തിട്ടുള്ളൂ? അറയ്ക്കപ്പെട്ട വ്യക്തിയും ഏലിയാവും തമ്മിലേ കണ്ടുമുട്ടിയിട്ടുള്ളൂ. അവിടുത്തെ കുലീനന്മാരാരും തമ്മിൽ ഏലിയാവും തമ്മിൽ കണ്ടുമുട്ടിയില്ല. കണ്ടുമുട്ടിയോ? അവിടുത്തെ എന്തിന്? ബാല്യം മുതൽ യഹോവ ഭക്തനായിരിക്കുന്ന ഉപപദ്യാവ് കണ്ടോ? പുള്ളി പറയുന്നില്ലേ ഏലിയാവിനെ കണ്ടപ്പോ, ഞാൻ ബാല്യം മുതൽ യഹോവ ഭക്തനാണ്, ഞാൻ 50 പേരെ വീതം ഗുഹയിൽ സൂക്ഷിച്ച് ആഹാരം കൊടുക്കണമെന്ന്. അവൻ കണ്ട, അവന്റെ ഭയം കണ്ട. ഞാൻ ചെന്ന് രാജാവിൻ്റെ അടുത്ത് പറയും, ആത്മാവ് വന്ന് നിന്നെ വേറൊരു ഭാഗത്തോട്ടെടുത്തോണ്ട് കൊടുക്ക, എൻ്റെ ജീവനായിരിക്കും. അപ്പൊ അവനും അറിയാം ഇവന്റെ മേലെ ആരുണ്ട്? ദൈവാത്മാവുണ്ട്. എന്നാ യെരുശലേമിലെ പുരോഹിതന്മാർക്ക് അറിയാൻ പറ്റിയോ? ഇതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. സാരാപത്തിലെ വിധവയ്ക്ക് മനസ്സിലായി, പുരോഹിതന്മാർക്ക് മനസ്സിലായി ഇത് ദൈവം പറഞ്ഞ ദൂതാണെന്ന്. പ്രൈസ് ദി ലോർഡ്. യഹോവ സിയോനെ തെരഞ്ഞെടുക്കുകയും ഞാൻ അതിൽ വസിക്കാൻ ഇച്ഛിക്കുകയും അത് തൻ്റെ വാസസ്ഥലം. നമ്മളെ വാസസ്ഥലം എന്തിനുള്ളതാ? അനീഷ് പറ. വീട് എന്തിനുള്ളത്? വീട് എന്തിനുള്ളത് അനീഷേ? വീട് എന്തിനുള്ളത്? പകൽ മുഴുവനുമുള്ള ജീവിതഭാരം കൊണ്ടുവന്ന് ഇറക്കി വെക്കാനുള്ള സ്ഥലമാണ് ഭവനം. ജീവിതഭാരം മുഴുവൻ ഇറക്കി വെക്കാനുള്ള സ്ഥലം. പരസ്പര ആശ്വാസങ്ങൾ ഉടലെടുക്കുന്ന സ്ഥലമാണ് ഭവനം. വിഷയങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്ന സ്ഥലമാണ് ഭവനം. തന്നെ നമ്മളെ ഈ വിഷയത്തിന് ഇന്നതുപോലെയൊക്കെ ചെയ്താൽ ഇന്നത് പരിഹാരം ഉണ്ടാകുമോടി മക്കളും പറയണം, അങ്ങനെ ചെയ്യാൻ പാപ്പ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട പാപ്പ, ഇങ്ങനെ ചെയ്യാമെന്ന് നിർദ്ദേശിക്കപ്പെടുന്ന സ്ഥലമാണ്. ഇങ്ങനെ വല്ല സഭയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ കിട്ടുള്ളൂ. നമ്മൾ ആഗ്രഹിക്കാത്തത് വല്ലതും കിട്ടുമോ? എൻ്റെ ഭാരങ്ങൾ, അതല്ലേ പത്രോസ് പറഞ്ഞ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച അവന്റെ ബലമുള്ള കൈക്കീഴിൽ. നമ്മളെ ഭാരം മുഴുവനും അങ്ങ് വെച്ചു കൊടുക്കണം. ചുമക്കാൻ ഒരു നല്ല ചുമട്ടുകാരുണ്ട്, അതാണ് സഭ. ഇവിടെ വസിക്കുന്ന ഒരുത്തനുണ്ട്. സങ്കടങ്ങളും വിഷമങ്ങളും പറയാൻ പറ്റുന്ന, നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു നാഥൻ ഭവനത്തിലുണ്ടെങ്കിൽ എല്ലാ കാര്യവും അദ്ദേഹമായിട്ട് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അതാണ് സഭ. നിന്റെ ഭാരങ്ങൾ എന്ത് തന്നെയായാലും അതിനകത്ത് പരിഹാരം തരുന്ന ഒരു നാഥൻ ഇതിനകത്തുണ്ട്. അതാണ് സഭ. ഇവിടെ കർത്താവ് പറഞ്ഞ് സിയോനിൽ ഞാൻ വസിക്കും. അടുത്ത് അത് വസിക്കുന്നെങ്കിലും എൻ്റെ വിശ്രമിക്കാനുള്ള സ്ഥലമാണിത്. ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള കാര്യം. ശലോമോൻ ആലയം പണിതിട്ട് പറയുകയാണ്, നീ എൻ്റെ ആലയത്തിൽ ഒതുങ്ങുന്ന, നീ ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള നിന്നെ എൻ്റെ ഈ ഒരു ആലയത്തിൽ ഒതുക്കാൻ കഴിയില്ല. അപ്പൊ ഇവിടെ വന്നൊരു വിശ്രമം. നമ്മൾ കർത്താവ് ഇവിടെ വന്ന് വിശ്രമിക്കുന്നത് 8 മണി തൊട്ട് 10:45 വരെ ഇവിടെ വിശ്രമിക്കുന്നത്. ആ സമയത്ത് നിന്റെ ഹൃദയത്തിലെ ഭാരം അവിടെ ഇറക്കി വെക്കണം.
നിന്റെ വേദന ഇറക്കി വെക്കണം, നിന്റെ കണ്ണുനീർ ഇറക്കി വെക്കണം. നീ ഇരിക്കുന്ന വീട് കാടായിരുന്നാൽ പോലും, അല്ലെ, കർത്താവ് ഹാല്യാസ്തോത്രം ചെയ്യുന്ന അപ്പം വിളങ്ങുമ്പോൾ 15:33 വായിക്കുമ്പോൾ മത്തായി ഹാല്യാസ്തോത്രം അവിടെ എന്താണ്? കാടാണ് തന്നെ. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സ്ഥലത്താണെങ്കിലും കർത്താവ് മുകളിലേക്ക് നോക്കി നിന്റെ വിഷയത്തെ ഒന്ന് തൊട്ടാൽ നീ തൃപ്തി പ്രാപിക്കും. ആണോ? നിന്റെ വിഷയത്തിൽ ദൈവം തൊടണം. അതിന് നിന്റെ വിഷയം ദൈവത്തിന്റെ കരയത്തിൽ എന്ത് ചെയ്യണം? കൊടുക്കണം. അതിന് ഓടി വന്നിട്ട് കൊടുക്കാൻ വിചാരിച്ചാൽ നടക്കൂല. അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നീ വരണം, നിന്റെ വിഷയം കൊടുക്കണം. മർക്കോസ് 8:4 വായിക്കുമ്പോൾ ആ സ്ഥലം മരുഭൂമിയാണ്. ദൈവം തെരഞ്ഞെടുത്ത സ്ഥലം മരുഭൂമിയാണ്. മനസ്സിലായ ദീപേ? സ്ഥലം മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ ചെന്ന് ചേർന്നിരിക്കുന്ന സ്ഥലം, നമ്മളെ സഹായിക്കാൻ ആരും, നിർജ്ജനമായി കിടക്കുന്ന സ്ഥലം. തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിയാലും ഇല്ല, ഇങ്ങോട്ട് നോക്കിയാലും ഇല്ല, അങ്ങോട്ട് നോക്കിയാലും ഇല്ല, പടത്തോട്ട് നോക്കിയാലും ഇല്ല, ഇടത്തോട്ട് നോക്കിയാലും സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് നിന്റെ വിഷയത്തെ ദൈവത്തിന്റെ കരത്തിൽ കൊടുത്തിട്ട് ദൈവം പറയുന്ന രീതിയിൽ ഇരുന്നാൽ നിനക്ക് തൃപ്തി പ്രാപിച്ചിട്ട് നിനക്ക് പോകാം. അല്ലാതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് വന്ന് അല്ല ഇപ്പം നേടിക്കളയാന്ന് പറഞ്ഞു വന്നാൽ നിന്നെ തിരിഞ്ഞു നോക്കൂല ദൈവം. അവിടെ പറയുന്നത് 3 ദിവസം ഇവർ എന്നോടുകൂടെ ആയിരുന്നു. അപ്പൊ കൂടെ ഇരിക്കുന്നവരെയൊക്കെയാണ് മുൻഗണന തന്നെ. അതാ അപ്പോഴും വന്നിട്ട് വയ്യാതിരിക്കാം. പിന്നെ ഈ 3 ദിവസം ഇരുന്നവർക്ക് വിളമ്പുമ്പോ അപ്പോഴും വന്നവർക്കും ചിലപ്പം കിട്ടിയ ഇല്ലേ? അവർ എന്നോടുകൂടെ ഇരുന്നു. ഇതാണ് ആ പട്ടണത്തിന്റെ പ്രത്യേകത. എനിക്ക് വിശ്രമിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം. അടുത്ത, ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കാൻ ഞാൻ അവിടെ വസിക്കും. നിൽക്കട്ടെ, ദൈവം വസിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഏതാണ്? ഈ യെരുശലേം സ്ഥലം ഏതാണ്? ഇവിടെ വെള്ളം. യെരുശലേം സ്ഥലം എവിടെയാണ്? 2 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. എന്തുകൊണ്ടാണ് ആ പട്ടണം ഒന്നാമത് അനുഗ്രഹിക്കപ്പെട്ടത്? 2 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം മുതൽ തന്നല്ല. എന്തുകൊണ്ടാണ്? ഒരു ആവശ്യത്തിനെ അടക്കാൻ. നമ്മൾ ആവശ്യത്തിന്റെ ശരീരം എവിടെ കിടത്തും? ഒരു ആവശ്യത്തിനെ അടക്കാൻ തറ കൊടുത്ത ദേശത്താണ് അനുഗ്രഹം. നമ്മളൊരു കല്ലറ ഉണ്ടാക്കി അതിനെങ്ങനെയെങ്കിലും ഇടിച്ച് പൊളിച്ച് കളഞ്ഞാൽ അത് വിൽക്കായി എളുപ്പം. വിൽക്കും, പെട്ടെന്ന് വിറ്റ് ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ അപ്പന് എന്തൊരു കുരു കെട്ടിയെടുത്ത് ഇവിടെ കൊണ്ട് താക്കാൻ പറഞ്ഞത് അല്ലേ? ഞങ്ങൾക്ക് വിൽക്കേണ്ട തറയാണ്. ഈ അപ്പന് ഭ്രാന്തായുണ്ട്, അല്ലെങ്കിൽ വലിയപ്പൻ്റെ കൊച്ചപ്പൻ്റെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് അടക്കിക്കൂടെ ആയിരുന്ന ഈ ചോദ്യം. നമ്മൾ ചോദിക്കുമ്പോൾ നീ ഓർത്തോ, ദൈവത്തിന് മറ്റൊരു പദ്ധതിയുണ്ട്, അതുകൊണ്ട് അവിടെ അടക്കിയത്. ദൈവത്തിന് മറ്റൊരു പദ്ധതിയുണ്ട്. നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാറുണ്ട്.
അത് കണ്ട് 6 അടി മണ്ണ് നിന്റെ എടുത്ത് എന്ത് ചെയ്തത്? അഭിഷിക്തന് കൊടുത്തത്. അപ്പൻ്റെ കല്ലറ അമ്മയുടെ കല്ലറ വരുമ്പോൾ മുഖം തിരിച്ച് നിൽക്കരുത്. നിന്റെ ഒരു അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്. പിടികിട്ടിയാ? നിനക്കൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ട് ദൈവം. നീ വിട്ടത് 6 അടി, പക്ഷെ അതിൻ്റെ 1000 മടങ്ങ് ദൈവം പറഞ്ഞതാണ്. ഞാൻ 100 മടങ്ങ് നിനക്ക് ഉപദ്രവമുള്ളപ്പം നമ്മളിരുന്നില്ലേ കാണിക്കുക ദശാംശത്തിന്, അല്ലെ? അങ്ങനെ ഒരു വാക്യം വായിച്ചിട്ടുണ്ടോ? ഉപദ്രവം ഉള്ളപ്പോൾ ഞാൻ 100 മടങ്ങ് നിങ്ങൾക്ക് മടക്കി തരുമെന്ന്. ആറടി വിട്ടുകൊടുത്തു. വായിച്ചേ, താഴോട്ട് വായിച്ചേ. ദൈവം എന്തൊക്കെ കാണിക്കും? ദയയും വിശ്വസ്തതയും തമ്മിലുള്ള പ്രത്യേകത, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കും, ദയ സ്വർഗത്തിൽ നിന്ന് തിരിക്കും. ഇത് രണ്ടും ചുംബിക്കും. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ദൈവജനത്തിന്റെ മേല് അടക്കാൻ, ശൗലിനെ അടക്കാൻ തറ വിട്ടുകൊടുത്തവന്റെ മേല് ദയയും വിശ്വസ്തതയും ദൈവം ചുംബിക്കുന്ന ദേശമായി മാറി. ദൈവം ചുംബിക്കുന്ന ദേശമായി മാറി. അടുത്ത് കണ്ട, ഈ കാര്യം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൊടുത്തത് 6 അടി മണ്ണ്.